അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കിള്ളിത്താൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏഞ്ചൽ വിങ്സിൽ പോയി നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ മീനെ വാങ്ങിക്കാൻ പോയ വിശേഷങ്ങളും അവിടെ പോയ ഫാം കണ്ടതും ഫാമിലെ വിശേഷങ്ങളും നമ്മൾ വാങ്ങിച്ച മീനെ എല്ലാമാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഫാമാണ് അത്. അടിപൊളി ഫാമിൽ കുറേ വിശേഷങ്ങളുണ്ട്. അവിടെ ചെന്ന് കാണണം. നമുക്ക് ഭയങ്കരമായിട്ട് കാണാനൊക്കെ ഒരുപാട് തീരെ വില കുറവാണ്. മീനൊക്കെ ഒരുപാട് വിലയൊന്നുമില്ല, വലിയ വിലയില്ല. നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള വിലയൊക്കെ അവിടെ ഫാമിലുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച മീനൊക്കെ നമ്മളിവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ആ മീനൊക്കെ ഒന്ന് കാണിച്ച് പരിചയപ്പെടാം. നമുക്ക് ആദ്യം അത് നമ്മൾ വാങ്ങിച്ച ഈ മീൻ എന്ന് പറഞ്ഞാൽ ഇതിന് 115 രൂപ ഈ മീൻ വിലയുള്ളൂ. അത് ഒരു മീനെ ഒരു സെറ്റിന്. പിന്നെ ഈ മീൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് 45 രൂപയാണ്. ഓരോ മീനിൻ്റെ വിലയാണ് പറയുന്നത്. ഒരെണ്ണത്തിന് 45 രൂപ. പിന്നെ ഇതിനാണെങ്കിൽ 15 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില, 15. അപ്പോൾ ഇത്രയും ഈ കാണുന്ന മീനുകളൊക്കെയാണ് നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മീൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപാടുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിയ കുളവും അവിടെ ഭയങ്കര വലിയ ടാങ്കൊക്കെ കെട്ടി ടാങ്കിലൊക്കെ കാണാൻ നല്ല ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും മീനാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത്രയും മീനാണ്. അതാണ് ഞങ്ങൾ ഇത്രയും മീൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ചെന്ന് കാണുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് മീനുകൾ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനും ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ആയിട്ട് ചെല്ലാം. ഇത് പെരുമ്പാവൂരിനടുത്ത് കീഴത്താണ് സ്ഥലം. സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അത് പെരുമ്പാവൂരിന് മൂവാറ്റുപുഴയ്ക്കും അതിൻ്റെ മധ്യഭാഗത്തായിട്ട് കീഴത്ത് കനാലുംപടിയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഇറങ്ങിയ ഒരു 100 മീറ്ററോളം ഉള്ളൂ. 100 മീറ്റർ കൂടി ദൂരമേ ഉള്ളൂ ഈ മറ്റേ ഫാമിലേക്ക് വരാൻ. പിന്നെ ഇവിടെ പറമ്പിപ്പീടിയ പരുത്തിൽപ്പടി അല്ലെങ്കിൽ ഷാപ്പുംപടി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് കുറുപ്പുംപടി പോകുന്ന വഴി കയറി വന്നാൽ പറമ്പിപ്പീടിയ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് മാവിൻചോടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ഫാമിലേക്ക് പോകാം. അപ്പോൾ ഈ ഫാമിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്, ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും പോവുക. ഒരിക്കലും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പോയി മീനൊക്കെ വാങ്ങുക. അപ്പോൾ ഒരുപാട് നല്ല മത്സ്യങ്ങളുണ്ട്, നല്ല മീനുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടിപൊളി വീഡിയോ നമുക്ക് കാണായാലും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ഫാം, ഏഞ്ചൽ വിങ്സ് എന്ന ഫാമിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും ആ ബോർഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീനൊക്കെ അങ്ങോട്ട് വാങ്ങിക്കാൻ വരണമെങ്കിൽ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വഴി പറഞ്ഞു തരും. അങ്ങനെ വഴി അറിയില്ലെങ്കിൽ അവർ വഴി പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഫാമിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇറങ്ങി പോകുന്ന സൈഡിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ബോർഡൊക്കെ ഇരിക്കുന്നത്. ആ ബോർഡിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കനാലിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ജംഗ്ഷൻ്റെ മാവിൻചോട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കനാൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നേരെ താഴെ കാണുന്നതാണ് ഫാം. അപ്പോൾ അവിടെ നിന്ന് 100 മീറ്റർ 100 മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. ബസ് ഇറങ്ങിയിട്ടല്ലെങ്കിൽ MC റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരത്തെ ഉണ്ടാവുള്ളൂ അങ്ങോട്ടേക്ക് വരാനായിട്ട്. വാഹനത്തിലെ വന്നെങ്കിലും ഇപ്പോൾ ബസ്സിനെ വന്നെങ്കിലും അങ്ങോട്ടേക്ക് വരാം, കുഴപ്പമില്ല. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ബസ്സിന് വന്നാണെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ ഇത് ഫാമിലേക്ക്. അപ്പോൾ നമ്മൾ ഫാമിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് ഫാമിലെ മീനൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നേരെ നമുക്ക് ഫാമിലേക്ക് ഇറങ്ങി പോകാം. നമ്മൾ ഫാമിൽ ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഫാമിൽ ഇറങ്ങി ഫാമിലകത്തേക്ക് നമ്മൾ കിടക്കുന്ന എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന ഭാഗമാണത്. ഫാമിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് നമ്മൾ. അപ്പോൾ അതിനകത്താണ് ഒരുപാട് ഗ്ലാസ് ഇട്ട് അകത്ത് ഒരുപാട് അക്വേറിയൊക്കെ ഉണ്ട്. അതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുറേ മീനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തുള്ള മീനൊക്കെ നമുക്ക് കാണാം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല അതിനകത്തുള്ള മീനൊക്കെ നമുക്ക് കാണാം. ഇതുണ്ടോ അകത്തുള്ള മീനെ കാണാനും പിന്നെ കുറേ ഇതിന് മറ്റേ അക്വേറിയത്തിൽ ഇടാനുള്ള കുറേ ചെടികളും ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിലുള്ള കല്ലുകളും മറ്റേ കുറേ അക്സസറികളൊക്കെ ഉണ്ട് അതിനകത്ത്, ഒരുപാട് സാധനങ്ങളൊക്കെ. പിന്നെ ഫിൽറ്റർ ഉണ്ട്, ഒരുപാട് ഫിൽറ്ററുണ്ട്. അതിനകത്തുള്ള വലയുണ്ട്, മീനെ പിടിക്കുന്നതിന് കോര എടുക്കാനുള്ള വലയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ എല്ലാം കിട്ടും. അക്വേറിയം വരെ നമുക്കവിടെ സെറ്റ് ചെയ്ത് തരും. പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് അതിനുള്ളിൽ, കുറേ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറവാണ്, ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ മീനാണ്, ഇത് ഓസ്കാർ. അതുപോലെയുള്ള ഇപ്പോൾ നമുക്ക് വെള്ള ഓസ്കാർ. തൊട്ടപ്പുറം തന്നെ കറുത്ത ഓസ്കാരം കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഓരോ
ഇതിനകത്ത് ഓരോ അക്വേറിയത്തിലും കിടക്കണം. ബ്ലാക്കും കിടക്കുന്നുണ്ട്, ക്യാറ്റ് ഫിഷ് കിടക്കുന്നുണ്ട്, ക്യാറ്റ് ഫിഷ്. പിന്നെ അങ്ങനെ ചെറുതുണ്ട് വലുതുണ്ട്. അങ്ങനെ ഓരോ ഇതിനകത്തും അങ്ങനെ ഓരോ ഇത് തിരിച്ചിരിച്ചാനിട്ടാണ്. ചെറിയ ഉണ്ടോ, ചെറുതുണ്ട് വലുതുണ്ട്, എല്ലാം ഗപ്പിയുണ്ട്, ഗപ്പിയുടെ ചെറുതുണ്ട് വലുതുണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റും ഉണ്ട്. അതുപോലെ അങ്ങനെ പല കളറായിട്ടുള്ള ഗപ്പികളൊക്കെ ഉണ്ട്. ചെറിയ മീനുകൾ ഇപ്പം കാണുന്നതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ്. ഈ ചെറിയ കയറി വരുന്ന ഫസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ചെറിയ മീനുകൾ, ചെറിയ അലങ്കാര മീനുകളൊക്കെ ഉള്ളൂ. തീരെ ഒരുപാട് വലിയ മീനുകളായിട്ടൊന്നും അതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ചെറിയ ഗപ്പിയും മറ്റേ ക്യാറ്റ് ഫിഷും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടേക്കണേ. ചെറിയ ചെറിയ മീനുകളാണ് അധികം ഇട്ടിരിക്കുന്നത്. ഒത്തിരി മീനുകളുണ്ട്. ചെറിയ മീനുകളാണ് ഒരുപാട്. പക്ഷെ പിന്നെ അതിനകത്ത് അലിഗേറ്റർ ഗാറുണ്ട്. പിന്നെ ഇങ്ങനെ ചെറുതൊക്കെയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ് അധികം ഉള്ളത് അവിടെ. ആ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ അവരുടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ടാങ്കിനകത്ത് ഒരു വൈറ്റ് അരോണ കിടക്കുന്നുണ്ട്. വൈറ്റ് അരോണ ഉണ്ടാവുക, നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ. അതാ കയറി വരുമ്പോൾ തന്നെയുള്ള ഫ്രണ്ടിൽ തന്നെയാണ് ആക്സസറിയൊക്കെ ഉള്ളിടത്തിലൊക്കെയാണ് അതിനെ വെച്ചിരിക്കുന്നവർ. കയറി ഒരുപാട് സംഭവങ്ങൾ ഇതുണ്ട്. മീനുകൾ ഫൈറ്ററുണ്ട്. ഇത് ഫൈറ്ററിൻ്റെ തന്നെ ഒരു നല്ലൊരു ശേഖരമുണ്ട്. പല തരം കളർഫുള്ളായിട്ടുള്ള ഫൈറ്ററുകളാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് മീനുണ്ട്. ആ മീനുകളൊക്കെ നമ്മൾ എടുക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പാക്ക് ചെയ്യാനുള്ള ഇതിലാണ് അവർ കവറൊക്കെ എടുത്ത് അതിനകത്ത് മീനെ പിടിച്ചിടാനുള്ള നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട് ഇന്ന മീനുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളവർ. അപ്പോൾ അതവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ മീനാണ് പിടിച്ചു തരണേ. നമ്മൾ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മീനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട്. അതവരോട് പിടിച്ച് കവറിലാക്കി നമുക്ക് പാക്ക് ചെയ്യാണ്ടിരിക്കണം. നമുക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. വേറെ നമ്മൾ കുറച്ച് മീനുകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ അവരത് എടുക്കുകയാണ്. ഓരോന്നിനെ പിടിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിറച്ച് അതിൻ്റെ കവറിനകത്ത് ഒരു ഓക്സിജൻ ഫില്ല് ചെയ്താണ് നമുക്ക് തന്നു വിടുന്നത്. അപ്പോൾ നമ്മളത് അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് വേറെ കേടുപാടുകളൊന്നും സംഭവിക്കില്ല. ഇതോ ഒരുമിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ആ മൈക്ക് ഓൺ ചെയ്തേക്കും. അത് വാങ്ങാൻ ഇപ്പം ഇതിനെ പിടിക്കൂട്ടോ. അങ്ങനെ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ടോ? വേറെ
ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതിന് ഒരെണ്ണത്തിന് 40 രൂപയാണ് അതിന് വില പറഞ്ഞത്. ഇത് വെള്ളവാലയാണ്, കാണുന്ന ടാങ്കിൽ വെള്ളവാകയാണ്. അപ്പോൾ ഇതുപോലെ ടാങ്കിലാക്കിയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. വെള്ളവാകയാണ് ഇതൊക്കെ. അങ്ങനെ പല ടാങ്കിലും ഉണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ ഓരോ ടാങ്കിലും ഓരോ സൈസ് മീനുകൾ ഇട്ടിരിക്കുന്നത്. ആ ടാങ്ക് റെഡ് കളറിലുള്ള ടാങ്കൊക്കെയാണ്. റെഡ്, വൈറ്റ്, അങ്ങനെ പല കളർ. അതൊക്കെ വെള്ളവാളയാണ്. ഇപ്പോൾ കാണുന്ന മീനൊക്കെ വെള്ളവാകയാണ്. അപ്പോൾ ഈ കാണുന്നത് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ചെറിയതാണ്. ഇതിന് 40 രൂപയാണ് അവർ വില പറഞ്ഞതൊക്കെ. അതിന് ചില ടാങ്കിലൊക്കെ മീനുകളൊക്കെ അവർ ഒഴിവാക്കി അത് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ അടുത്തതിനെ പിടിച്ച് അതിലേക്ക് ഇടാനായിട്ട് ഇങ്ങനെ റെഡിയാക്കി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല ടാങ്കിനകത്ത് മീൻ കുറവാണ്. എന്നാലും മറ്റുള്ള ടാങ്കിലൊക്കെ ഉണ്ട്. കോഴിക്കാർപ്പും മറ്റേ വെള്ളവാലയൊക്കെ. ഈ കാണുന്ന മീനുകളൊക്കെ ഉണ്ട്. ഈ കുളത്തിൽ കിടക്കുന്ന മീനാണ്. ഈ മീനുകളെ നമ്മളത് ചോദിച്ചപ്പോൾ അവരത് കൊടുക്കണില്ല, അതിനെ കൊടുക്കൂല എന്ന് പറഞ്ഞു. അവർ വേറെ ടാങ്കിൽ കിടക്കേണ്ട മീൻ അതിനെ കൊടുക്കാം, പക്ഷെ അത് 4000 രൂപയൊക്കെ വില എന്ന് പറഞ്ഞാൽ വലിയ മീനായതുകൊണ്ട്. ഇതൊക്കെ വെള്ളവാളയാണ്. ഇതെല്ലാം വെള്ളവാള കിടക്കണേ. വെള്ളവാളയുടെ ടാങ്കുകൾ അതെല്ലാം കാണണേ. ഇതിനോട് മീൻ മേടിക്കാവുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. കണ്ടായിരിക്കുന്നതാണ് ടാങ്കൊക്കെ നിറഞ്ഞ്. അതിനകത്തൊക്കെ ഇതിന് വെള്ളമുണ്ട്, അതിനകത്ത് മീനുണ്ട്. എല്ലാത്തിനകത്തും തന്നെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. അതൊക്കെ കോഴിക്കാർപ്പും വെള്ളവാളയും അങ്ങനെയുള്ള മീനുകളൊക്കെ അധികം കൂടുതലുള്ളത്. അതൊക്കെ കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ പിടിച്ചു തരും അതിനകത്ത് നിന്ന്. ആ ടാങ്കിൽ നിന്ന് പിടിച്ചു തരും. പക്ഷേ കുളത്തിലെ മീൻ മാത്രമേ പിടിച്ചു തരില്ല എന്ന് പറഞ്ഞുള്ളൂ. അത് മാത്രം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ. ഇത് വെള്ളവാളയുടെ കുഞ്ഞുങ്ങളതൊക്കെ. അത് വലിയ ക്യാറ്റ് ഫിഷാണ് ഇപ്പോൾ നമ്മൾ ടാങ്കിൽ കിടന്നതിന്. വരാലുണ്ട്, വരാലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് അത്. ഇതൊരല്പം സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കിട്ടുകയാണ് പറയണത്. അവിടെ വേറെ ടാങ്കിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. വേറെയും ടാങ്കിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടോ. ഇതൊക്കെ വെള്ളവാള കിടക്കണുണ്ടോ. ആ നീല ടാങ്കിൽ കിടക്കണതൊക്കെ വെള്ളവാളയാണ്. അതിൻ്റെ ഓരോ സൈസിലും ഉള്ള ഓരോ പ്രായത്തിലുള്ള തന്നെ മാറ്റി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓരോ സൈസിൻ്റെ ഓരോ കൂട്ടങ്ങളാണ്. അതെല്ലാം ഇതിനും പല വിലയായിരിക്കും കേട്ടോ. പല ടാങ്കിലും കിടക്കുന്നതുകൊണ്ട് പല വിലയായിരിക്കും. പല വലിപ്പത്തിലുള്ളതുകൊണ്ട് പല വിലകളായിരിക്കും അതിനൊക്കെ. ഇവിടെ തൊട്ടടുത്ത് കാണുന്ന ടാങ്കിൽ തന്നെ പല വലിപ്പത്തിനനുസരിച്ച് മാറ്റി ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം വെള്ളവാളയാണ് കാണുന്നത്. കുളമാണ് കാണുന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ള കുഞ്ഞിൻ്റെ കുളം. അപ്പുറമൊക്കെ പണി നടക്കുള്ളൂ. പണി നടക്കുന്ന ഭാഗം അപ്പുറമൊക്കെയാണ്. അതൊക്കെ കുളത്തിലിട്ട് അവിടെ സൈഡിൽ കിടക്കുന്ന കല്ലുണ്ട്. അതൊക്കെ കരുത്തിലിടാനുള്ള ഇതുണ്ടോ. ഈ മീനുകളെ അവർ കൊടുക്കൂല എന്ന് പറഞ്ഞത് നമ്മളതിനെ ചോദിച്ചവർ. അപ്പോൾ അതൊരു കൊടുക്കില്ല, അത് കൊടുക്കണില്ലാന്ന്. അതിൻ്റെ തന്നെ വലിയ വേൻ വേറെ ഉണ്ട്. അത് വേറെ ടാങ്കിയുണ്ട്, അതിനകത്ത് പിടിച്ചു തരാമെന്ന് അവർ പറഞ്ഞത്. ഇത് കൊടുക്കാതെ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ തന്നെയുള്ള കുളത്തിൽ തന്നെ കാണുന്ന മീനാണ് അതെല്ലാം. കോഴിക്കാർപ്പിന് വലിയ മീനുകളാണ് കേട്ടോ. അതെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതിന്. അപ്പം അതിൻ്റെ തന്നെ വലുത് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ. ഒരെണ്ണത്തിന് 4000 രൂപ അടുത്തൊക്കെ വില വരുമെന്ന് അവർ പറയുന്നത്. അതിന് വലിയൊരു കുളം അവിടെ കെട്ടിരിക്കണേ. ആ കുളത്തിനകത്ത് നിറച്ചുകൊണ്ട് ഈ മീനുകൾ. അത് പല കളറിലുണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ബ്ലാക്കും വൈറ്റും കൂടിയതുണ്ട്. റെഡും വൈറ്റും കൂടിയുണ്ട്, റെഡും ബ്ലാക്കും കൂടിയുണ്ട്. അങ്ങനെ പല കളറിലാണ് കോഴിക്കാർപ്പിൻ്റെ കളർ കിടക്കണേ.
നല്ലൊരു കൂട്ടം. ആ ഒരു സൈഡിൽ തന്നെ നമ്മളെ ഒരു സൈഡിൽ കണ്ട ഭാഗമായിട്ട് ചെറുതൊക്കെയാണെങ്കിലോ ഇത് കൊടുക്കില്ലല്ലേ? ഇതിന്റെ അപ്പുറത്തുണ്ട് 4000 ചെറുതെവിടെ? അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ വരുന്ന ഫാമിൽ നിന്ന് പുറത്ത് കിടന്ന് വരുന്ന വഴിയാണ് അതെല്ലാം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഫാമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കയറി വരികയാണ്. അപ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഫാം ഉള്ളത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കയറിയപ്പോൾ കാണാം, നമുക്ക് പുറമേ നിന്ന് നമുക്ക് അത് കാണാം. പിന്നെ നമ്മൾ വാങ്ങിച്ച മീനുകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, അതെല്ലാം നമ്മൾ എന്തൊക്കെ മീനാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് മീൻ മേടിക്കണം. അപ്പോൾ ഞങ്ങളിതുപോലെ ഞങ്ങൾ മേടിച്ച മീനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ താഴെ പാടത്തിൻ്റെ സൈഡിലാണ് ഈ ഫാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, ചാനൽ ആദ്യം കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നവരത്തേക്കും ബൈ.